ഇനിയിപ്പം ഭാവിയിൽ വിമാനത്തിൽ കയറേണ്ട അവസ്ഥ വന്നാൽ കയറിയല്ലേ പറ്റത്തുള്ളൂ, നിർബന്ധം വന്നാൽ. പിന്നെ ആണോ എനിക്കറിയില്ല കേട്ടോ, ഞാനത് സ്ഥിരം കാണുന്നൊരു പ്രോഗ്രാം അല്ലായിരുന്നു, എല്ലപ്പോഴും കാണുമായിരുന്നു, സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള ശരികളിൽ തന്നെയാണ് ഞാൻ ഇന്ന് വരെ വന്നിട്ടുള്ളത് നടന്നിട്ടുള്ളത്. പെയിൻ കാർഡ് ഇപ്പോൾ രേണുസുതി ഇറക്കിയിരിക്കുകയാണ്. ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം. ലൈവിനകത്ത് പേനുമായിട്ട് ബന്ധപ്പെട്ട് മുട്ടം വിഷയമായിരുന്നു. അനുമോള് രേണുസുതിയെ എടുത്ത് പോയി കുളിക്കാനും നനയ്ക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. തലയിലെല്ലാം പേൻ പുഴുത്ത് അവിടെ ഇവിടെ എല്ലാം ഇരിക്കുന്നെന്ന് പറഞ്ഞ് ആകെ സീനായിരുന്നു. അപ്പം ഇപ്പോൾ ലൈവിൽ ഭയങ്കര സീനാണ്. രേണുസുതി കരഞ്ഞ് നിലവിളിച്ച് പുതിയൊരു കാർഡ് ഇറക്കാനുള്ളൊരു പദ്ധതിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം ബിഗ് ബോസ് ക്യാമറയിൽ വന്ന് കടന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ അപമാനിച്ച് വിട്ടു എന്നൊക്കെ കടന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ലൈവിനകത്ത് അത് മാത്രമല്ല, അനുമോളെടുത്ത് പറയുന്നുണ്ട്, ഞാനൊരു 34 വയസ്സുള്ളൊരു സ്ത്രീയല്ലേ, എന്നെ അപമാനിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തി പറഞ്ഞാൽ പോരായിരുന്നു. അപ്പം അത്രയ്ക്ക് ബുദ്ധിയുള്ളെന്ന് വിചാരിക്കുകയാണ്. അവിടെ മൊത്തം ക്യാമറ, എവിടെ മാറ്റി നിർത്തി പറയാനാ? അല്ലെങ്കിൽ തന്നെ ഈ വിഷയം ആദ്യം ഫസ്റ്റ് വീക്ക് തന്നെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുസുതി എടുത്ത് പോയി കുളിക്കാനും നനയ്ക്കാനും എല്ലാം പറഞ്ഞ കേസുകളാണ്. ഇതുവരെയും അവർ കുളിക്കാതെയും നനയ്ക്കാതെയും ഇരുന്ന് ആ വീട്ടിൽ മറ്റുള്ളവർക്ക് കൂടെ അസുഖങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയില്ലേ നോക്കിയത്. അപ്പോൾ ഇത് ഈ മുടി എയർ എക്സ്റ്റൻഷൻ ചെയ്ത അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് മുടി നല്ലോണം വാഷ് ചെയ്ത് കഴുകി ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കണമെന്ന് രേണുസുതി എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി എന്താണ് പറയുന്നത്? തിരിച്ചാണ് പറയുന്നത്. ഇത് എയർ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട് മുടി കഴുകാനും പാടില്ല, നനയ്ക്കാനും പാടില്ല, കുളിക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം സത്യം എന്താണെന്ന് നമുക്കറിയാം. അതല്ല, രേണുസുതി എടുത്തു കഴിഞ്ഞാൽ തുറക്കുന്നത് തിന്നാനും കള്ളം പറയാനും ആണെന്ന് നമുക്കറിയാം. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുതിക്ക് വൃത്തിയും എടുപ്പില്ലെന്ന് ഇത് അന്ന് ഫിറോസ് എടുത്തപ്പോൾ ഫിറോസിൻ്റെ ഈ ജോലിക്കാർ വീട്ടിൽ പോയ സമയത്ത് വീട് ഇത് ഗ്ലാസ് വെള്ളം കയറുന്നത് ശീതമടിച്ച് കയറുന്നത് അത് ക്ലോസ് ചെയ്യാനെ കൊണ്ട് വീട്ടിൽ പോയ സമയത്ത് അന്ന് എടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. അതും ചർച്ച ചെയ്യാതാണ്. അതുമാത്രമല്ല, കിച്ചുവിൻ്റെ ഒരു വീഡിയോയിൽ നമ്മളും കണ്ടതാണ്. അതിനകത്തും വൃത്തിയൊന്നുമില്ലാതെ അതും ആ വീഡിയോ നല്ല വൈറലായ വീഡിയോ ആണ്. അതൊക്കെ നല്ല ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള കമൻറ്റിലൂടെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വീടെന്താണ് ഇങ്ങനെ നടക്കുന്നത്, വൃത്തിയും വെടുപ്പും ഇല്ലാതെ അല്ലേ വീട് നിങ്ങൾ നശിപ്പിക്കുകയാണെന്ന് എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇപ്പം ബിഗ് ബോസിനകത്തും പോയിട്ട് രേണുസുതിയുടെ തനി സ്വഭാവം ആൾക്കാർ കാണുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ, വൃത്തിയില്ല മെനയില്ലെന്ന് മനസ്സിലായല്ലോ. എനിക്ക് തോന്നുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ ചെല്ലപ്പേര് വീണിട്ടുള്ളൊരു വ്യക്തിക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ അത് രേണുസുതിക്ക് തന്നെ കൊടുക്കണം. രേണുസുതി, നുണാസുതി, രണാസുന, അപ്പം പുതിയൊരു പേരും കൂടെ വീണ് പേൻസുതി. എന്താല്ലേ, എന്തൊരു കോമഡിയാന്ന് നോക്കണേ. ഇപ്പം ഈ ഇത്രയും പെയിൻ വിഷയം ബിഗ് ബോസിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് രേണുസുതിയുടെ പുതിയൊരു ഇൻ്റർവ്യൂ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കയറി നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി ബിഗ് ബോസിനെ പറ്റിയിട്ടൊക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഈ രേണുസുതി ഇപ്പോൾ അവിടെ കാണിക്കുന്ന കോപ്രായത്തരങ്ങളും കോമാളിത്തരങ്ങളും എല്ലാം പറ്റിയിട്ട് ഈ ഇൻ്റർവ്യൂവിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, കറക്റ്റായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം. ആണോ എനിക്കറിയില്ല കേട്ടോ, ഞാനത് സ്ഥിരം കാണുന്നൊരു പ്രോഗ്രാം അല്ലായിരുന്നു, എല്ലപ്പോഴും കാണുമായിരുന്നു, സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ചേട്ടാ, അതാണ് മെയിൻ കാര്യം. ഞാൻ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും എവിടെ പോയാലും ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ഇതൊരു ക്യാരക്ടർ ഇതാണ്, ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനാണ് എൻ്റെ ഒരു എവിടെയാണേലും, എൻ്റെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും. ചോദിക്കുന്നുണ്ട് രേണുസുതി ബിഗ് ബോസിന് പറ്റിയൊരു ആളാണെന്ന് അവതാരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണുസുതി പറയുന്നുണ്ട്, ഞാൻ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ല, ഞാൻ ബിഗ് ബോസ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരിയാണ്, കറക്റ്റ്. ഇതെങ്കിലും അവർ സത്യം പറഞ്ഞു. കാരണം രേണുസുതി ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ലെന്ന് ഇപ്പം നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. കാരണം രേണുസുതി ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഈ പരിപാടിയിൽ വിളിച്ചു കഴിഞ്ഞാൽ പോത്തില്ലായിരുന്നു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുളിക്കണമല്ലോ. കാരണം രേണുസുതി എന്താണ് വിചാരിച്ചത്, ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കൊണ്ട് ഒരു 98-100 ദിവസം അതിനകത്ത് കൊണ്ടങ്ങി ഇടുവാണ്, കുളിയും നനയൊന്നും ഇല്ലാതെ കൊണ്ടങ്ങി ഇട്ടേക്കുവാണെന്നാണ് രേണുസുതി വിചാരിച്ചിരുന്നത്. അവിടെ ചെന്ന് കുളിക്കണം എന്നുള്ള കാര്യം രേണുസുതിക്ക് കുളിക്കണം, അല്ലെങ്കിൽ വൃത്തിയായിട്ടിരിക്കണം, കുളിയും നനയും മെനയൊക്കെ വേണം എന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് അറിയത്തില്ലായിരുന്നു. അതുള്ള കാര്യം പുള്ളിക്കാരി ബിഗ് ബോസ് കാണാത്തതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഈ ഒരു അബദ്ധം പറ്റിയത്. അല്ലെങ്കിൽ കുളിക്കണമെന്ന് അറിയണമെങ്കിൽ അറിയാമായിരുന്നെങ്കിൽ പുള്ളിക്കാരി ഒരിക്കലും ഈ ഷോയ്ക്ക് പോത്തില്ലായിരുന്നു. പിന്നെ
ഞാനായിട്ട് തന്നെ ഇരിക്കും എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറേ ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് തന്നെ ഇരിക്കുവാണ്, ഞാൻ തന്നെയാണ്, രേണുസുതി എവിടെ ചെന്നാലും ഇതുപോലായിരിക്കും എന്നൊക്കെ പല ഇൻ്റർവ്യൂവിലും പല വീഡിയോസിലും പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ടീമിന് പറ്റിപ്പോയൊരു അബദ്ധമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരെ ബിഗ് ബോസിലോട്ട് എടുത്തുകൊണ്ട് പോയത്. ബിഗ് ബോസ് ടീം വിചാരിച്ചെന്താണെന്ന് അറിയാം, രേണുസുതിനെ വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് TRP കൂട്ടാമെന്ന് വിചാരിച്ചു. പക്ഷേ നനഞ്ഞ ഓലപ്പടക്കം പോലെ ഉള്ള അവസ്ഥയായിപ്പോയി. ഇപ്പോൾ ബിഗ് ബോസിനാണ് മണ്ടത്തരം പറ്റിയിരിക്കുന്നത്, ബിഗ് ബോസിന് അമളി പറ്റിയിരിക്കുകയാണ്. ആദ്യം വിളിച്ചിട്ടില്ല, ബിഗ് ബോസിനെ ആരില്ലേ നിങ്ങൾ വെച്ചേ? ആദ്യം അവർ വിളിച്ചിട്ടില്ല, വിളിക്കട്ടെ, വിളിച്ച അവിടെ ചെല്ലട്ടെ. ആദ്യം വിളിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടുത്ത തീരുമാനം ഏതെങ്കിലും തെറ്റായി പോയി എടുത്ത തീരുമാനം ഇന്ന് ഏത് അഭിനയത്തിന്റെ കാര്യമാണോ കേട്ടോ? ജീവിതത്തിൽ എടുത്ത തീരുമാനം, എൻ്റെ തീരുമാനം പെട്ടെന്ന് ചടിക്കറി എടുക്കുന്ന കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ നല്ല അടിപൊളി ചോദ്യം. ഇപ്പം മനസ്സിലായി കാണും ഞാൻ ജീവിതത്തിൽ എടുത്തൊരു തീരുമാനം തെറ്റായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസിലേക്ക് വരാനെടുത്ത തീരുമാനമാണെന്ന്. ഇപ്പോൾ രേണുസുതി അവിടെ ഇരുന്നിട്ട് ബിഗ് ബോസിൽ ഇരുന്നിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന്. ഇതുപോലൊരു തീരുമാനം ഇനി മേലായി എടുക്കത്തുമില്ല. ഒരു ഷോയിൽ നിന്നും ഒരാൾ പോലും രേണുസുതിയെ വിളിക്കത്തുമില്ല. ഈ ഒരു പരിപാടി കൊണ്ട് ബിഗ് ബോസ് ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും ഈ സീസണോടുകൂടി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ മിക്കവാറും പൂട്ടിക്കെട്ടും. തോന്നിയിട്ടില്ല. ശരിയായ തീരുമാനം. എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികളുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ശരിയുണ്ടല്ലോ. എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികൾ തന്നെയാണ് ഞാൻ. ആദ്യം അവർ വിളിച്ചിട്ടില്ല, ഏത് അഭിനയത്തിന്റെ കാര്യമാണോ കേട്ടോ? എനിക്കങ്ങനൊന്നും തീരുമാനം, എൻ്റെ തീരുമാനം പെട്ടെന്ന് ചടിക്കറി എടുക്കുന്ന കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എനിക്കങ്ങനൊന്നും ഇല്ല, ഇന്ന് വരെ തോന്നിയിട്ടില്ല. ശരിയായ തീരുമാനം. എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികളുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ശരിയുണ്ടല്ലോ. എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികൾ തന്നെയാണ് ഞാൻ ഇന്ന് വരെ വന്നിട്ടുള്ളതും നടന്നിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ശരിയാണ് ഞാൻ നോക്കുന്നത്. എൻ്റെ തീരുമാനം മാത്രമാണ്. അപ്പം ആരും പുറകിൽ നിന്ന് ഇതൊക്കെ മുമ്പേ അറിയായിരുന്നെങ്കിൽ ഒരാളും രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ സഹായിക്കത്തേയില്ലായിരുന്നു. വീട് വെച്ച് കൊടുത്ത KHDC ഫിറോസ്, കാരണം വസ്തു കൊടുത്ത അച്ഛൻ, മതിലേടി കെട്ടിക്കൊടുത്ത മറുനാടൻ സാജൻ, പിന്നെ മുടി എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്ത അത് പിന്നെ അറിഞ്ഞു ചെയ്തതെന്ന് പറയാം. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടാണ് പുള്ളിക്കാരി ഈ ട്രെയിൻ കൊണ്ട് തലവെച്ച് കൊടുത്തത്. അത് പിന്നെ അറിഞ്ഞു കിട്ടിയ പണിയാണ്. പുള്ളിക്കാരി അതിന് അർഹിക്കുന്നുണ്ടെന്ന് പറയാം. കാരണം ഇത്രയും വിഷയങ്ങൾ നടന്നിട്ടും ഈ രേണുസുതിയെ താങ്ങാൻ പോയോണ്ടല്ലേ പുള്ളിക്കാരിക്ക് ഇത് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടുമായിരുന്നോ? അപ്പോൾ അത് പുള്ളിക്കാരി അർഹതപ്പെട്ടിട്ടുണ്ട്, പുള്ളിക്കാരി അതിനുള്ളത്. പിന്നെ പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പം ഈ രേണുസുതിയുടെ ശരിയും തെറ്റും ഇവർക്കൊക്കെ മുമ്പേ അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഇവരെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു, സഹായിക്കത്തുമില്ലായിരുന്നു. ഇപ്പോഴും പല ഇൻ്റർവ്യൂവിലും വന്ന് പറയുന്ന തെറ്റ്, ഇവർ ചെയ്ത തെറ്റ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യൂ, അതില്ല, എനിക്ക് എൻ്റെ ശരിയാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഇനിയും അങ്ങനെ തന്നെയാണ് ഞാൻ പോകുന്നത് എന്നൊരു നിലപാടിലാണ് ഇവർ പോകുന്നത്. ഇത് കരുതി മനഃപൂർവ്വമാണ് മുമ്പോട്ട് പോകുന്നത്, മനഃപൂർവ്വം. കാരണം ആ നിലപാട് അവിടെ മാറ്റിക്കഴിഞ്ഞാൽ രേണുസുതി എന്നുള്ള വ്യക്തി തീർന്നല്ലോ. പിന്നെ പുള്ളിക്കാരിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ഇടമൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് അറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വമാണ് ഈ പുള്ളിക്കാരി ഇങ്ങനെ പോകുന്നതെന്നാണെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ചായ മേടിച്ചെന്നൊരു വ്യക്തിയെടുത്ത് പോലും തിരിച്ചൊരു വാക്ക് പോലും പറയാൻ മറിച്ചൊരു വാക്ക് പോലും പറയാൻ, സഹായിച്ച ഒരാളെടുത്ത് മറിച്ചൊരു വാക്ക് പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ. നന്ദിയേട് കാണിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതൊരു മുട്ടായി മേടിച്ചെന്ന ഒരാളാണെങ്കിൽ പോലും. എന്തായാലും ട്രാവലില്ല, പക്ഷെ അതെനിക്ക് ഡേറ്റ് അന്ന് ഇതായിരുന്നു. അപ്പോൾ അവർ വേറെ ആൾക്കാരെ വെച്ചിട്ട് ചെയ്തു. 2 പ്രാവശ്യം അത് ക്യാൻസലായിപ്പോയി. 2 പ്രാവശ്യം ക്യാൻസലായിപ്പോയി. ഡാൻസർ കൂത്ത് പറമ്പിൻ്റെ കൂടെ. ഇനിയിപ്പോൾ ഭാവിയിൽ വിമാനത്തിൽ കയറേണ്ട അവസ്ഥ വന്നാൽ കയറിയല്ലേ പറ്റത്തുള്ളൂ, നിർബന്ധം വന്നാൽ. പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല. അത് കറക്റ്റ് അന്നാ 12. അങ്ങനെ അതിനും ഒരു തീരുമാനമായി. പുള്ളിക്കാരി വിമാനത്തിൽ കയറിയിട്ടില്ലെന്ന് പുള്ളിക്കാരി തന്നെ പറഞ്ഞിരിക്കുന്നു. ഭാവിയിൽ ഇനി വിമാനത്തിൽ കയറേണ്ട ഒരു അവസ്ഥ വന്നാൽ കയറിയല്ലേ പറ്റൂ എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. അന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇതുവരെയും ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. 2 വട്ടം ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെന്ന് പറയുന്ന വ്യക്തിയാണ്. ഏവിയേഷൻ പഠിക്കാൻ പോയി 2 വട്ടം ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇപ്പം പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. ഇത് ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് എടുത്ത ഇൻ്റർവ്യൂ ആണ്, ഇന്ന് റിലീസായ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, ഭാവിയിൽ വിമാനത്തിൽ കയറേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ കയറിയല്ലേ പറ്റൂ എന്ന് പുള്ളിക്കാരി പറയാം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കയറിയിട്ടില്ല, ഇനി കയറേണ്ടതായിട്ടൊരു അവസരം വന്നു കഴിഞ്ഞാൽ കയറിയല്ലേ പറ്റൂ എന്നാണ് പുള്ളിക്കാരി അവിടെ പറയുന്നത്.
പുള്ളിക്കാരി ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് ഇപ്പം ബിഗ് ബോസിലോട്ട് പോകാൻ നേരത്ത് മാത്രമാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി. എന്തോ ഒരു കള്ളത്തരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിരുന്നിട്ട് പറഞ്ഞ് ഇതല്ലേ പറയുന്നത്. ഒരിടത്ത് പറയുന്ന ആയിരിക്കത്തില്ല അടുത്തടുത്ത് പറയുന്നത്, എല്ലായിടത്തും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് അവസാനം എവിടെ എന്താണ് പറഞ്ഞത് തന്നെ പുള്ളിക്കാരിക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുന്നില്ല. ആ അവസ്ഥയാണ് ഇപ്പം രേണുസുധിയുടെ അവസ്ഥ. എന്തായാലും അടുത്ത ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പേൻ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലൈവിനകത്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീയെ അപമാനിച്ചു, 36 വയസ്സുള്ള സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കാർഡും കൂടെ ഇറക്കി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു, ഗുഡ് നൈറ്റ്.